കാടാകെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുരാജാവിനെ കാട്ടുമൃഗങ്ങൾ കുടുക്കുന്നു. വരൂ, കഥയിലേക്ക് പോകാം. ഈ കാട്ടിലൂടെ നടക്കാൻ ഒരു സ്വൈര്യവുമില്ല. ഈ കാട്ടുരാജന് എവിടെയാണെന്ന് ആർക്കറിയാം. പതുങ്ങിയിരുന്ന് പെട്ടെന്ന് ആക്രമിക്കും. അത് ശരിയാ, പതുങ്ങിയിരുന്ന് ആക്രമിക്കുന്നേ. സമാധാനത്തോടെ വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും ഒന്നും പറ്റുന്നില്ല. ഇതിനൊരു പോംവഴി കാണണം. ശരിയാ, പെട്ടെന്ന് പോംവഴി കണ്ടെത്തണം. എന്റെ കൂട്ടുകാരനെ കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാരൻ തട്ടി, എന്നെയും തട്ടാൻ നോക്കി. പിന്നെ എന്റെ ബുദ്ധിയും ശക്തിയും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതെ അതെ, നിന്റെ ബുദ്ധിയും ശക്തിയും എനിക്ക് നന്നായിട്ട് അറിയാം കുഞ്ഞിക്കിളി. നിന്റെ മിടുക്കും ശക്തിയും രാജാവിനെ ബോധിച്ചു. അതുകൊണ്ട് നിന്നെ അടുത്ത കാട്ടു രാജാവാക്കാനാണ് രാജാവിന്റെ തീരുമാനം. എന്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. ആഹാ, അതെന്താ കുറുമ്പ? എന്റെ കയ്യിൽ കുറെ പഴമുണ്ടല്ലോ. ഈ പഴം നിരനിരയായി വഴിയിൽ വെക്കാം. കാട്ടുരാജാവ് ഇത് കഴിച്ചുകൊണ്ട് വരുമ്പോ നമ്മൾക്ക് പുറകിൽ നിന്നും പോയി പിടിച്ച് കെട്ടിയിടാം. കൊള്ളാമോ എന്റെ ഐഡിയ? എടാ പൊട്ട കുറുമ്പ, സിംഹരാജാവിന് ഭയങ്കര ഭാരവും ശക്തിയുമാണ്. അങ്ങനെ പുറകിൽ പോയി പിടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് സിംഹരാജാവ് പഴം കഴിച്ചുകൊണ്ട് പോകുമ്പോ പുറകിൽ നിന്നും കോറിയിലേക്ക് തള്ളിയിടാം. എന്തു പറയുന്നു? തിരുമന്തന്മാരെ, രാജാവ് പഴം കഴിക്കുമെങ്കിൽ നമ്മൾ എന്തിനാ രാജാവിനെ കുതുക്കാൻ നോക്കുന്നേ? രാജാവ് മാംസം മാത്രമല്ലേ കഴിക്കുള്ളൂ. കുഞ്ഞിക്കിളി, നീ അതിബുദ്ധിശാലിയല്ലേ? നീ തന്നെ ഒരു ഐഡിയ പറ. പറയാം. നമ്മളൊരു കുഴി വെക്കാം. അതിന്റെ മുകളിൽ കുറച്ച് ഇലകളും പുല്ലും വെക്കാം. രാജാവ് ആ വഴി വരുമ്പോ അതിൽ വീഴും. അത്ര തന്നെ. കുഞ്ഞിക്കിളിയുടെ ബുദ്ധി അപാരം തന്നെ. അല്ലേലും കെണിയിൽപ്പെടുത്താൻ കുഞ്ഞിക്കിളി പണ്ടേ മിടുക്കിയ. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് രാജാവ് പതിവായി നടക്കുന്ന വഴിയിൽ ഒരു കുഴി വെട്ടുകയും അതിന്റെ മുകളിൽ ഇലകളും പുല്ലുകളും വെച്ച് മറയ്ക്കുകയും ചെയ്തു. വാ, എല്ലാവർക്കും ആ മരത്തിന്റെ പിഴവിൽ പോയി ഒളിക്കാം. രാജാവ് വരാനുള്ള സമയമായി. ഇന്ന് കാട്ടിൽ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയോ എന്തോ. എന്റെ അമ്മോ! അങ്ങനെ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ കാട്ടുരാജാവ് കെണിയിൽ കുടുങ്ങി.